ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി 2 ദിവസമായിട്ട് കണ്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നില്ല മാതാജി? കേറി പ്രഭുജി, ആണ് കുറച്ച് സിഗ്നലിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഇറക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടഗീ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തദാതി സഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംസ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിത ശ്രീവിശാഖാനിം താംസാം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേക്ഷ കൃപാ സിദ്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനേ. നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജയ ഗുരുദേവ് ജയ ആനന്ദ കോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നമുക്കപ്പോ അധ്യായം 3 എന്ന് വെച്ചാൽ ക്ലാസ് അധ്യായം 3 ഇന്നലെ 2 കഴിഞ്ഞല്ലേ അല്ലേ? കഴിഞ്ഞ ആഴ്ച 3 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 3 പറയണത് ഭക്തിയുത സേവനം കൈക്കൊള്ളാൻ അർത്ഥിക്കുന്നവന്റെ യോഗ്യത. വളരെ സിമ്പിൾ ആണ്. ഭഗവാന്റെ ഭക്തിയുത സേവനം ലഭിക്കുന്നതിന് നമുക്ക് കുറച്ച് എന്താണ് യോഗ്യത വേണം എന്നാ പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. അധ്യായം 3 പരിശുദ്ധ ഭക്തന്മാരുമായുള്ള സത്സംഗവും കൃഷ്ണബോധത്തിലുള്ള ആകർഷണതത്വവും മഹാഭാഗ്യത്തിന്റെ ചിഹ്നമാണ്. നമുക്കറിയാം ഭഗവാന്റെ ആയ പരിശുദ്ധ സേവനം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ലഭിക്കില്ല അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാൽ സത്സംഗം അല്ലെ? നമുക്കറിയാതെ സത്സംഗവും പിന്നെന്താണ് ആ കൃഷ്ണബോധത്തിലുള്ള ആകർഷണത്വം, ഭഗവാനുള്ള ആകർഷണം ഉണ്ടാവും വേണം. കൂടാതെ എന്താണ് ആ സത്സംഗം എന്ന് പറയും. സാധാരണ ജനറൽ ആയിട്ട് പറയും സത്സംഗം അല്ലെ സാധുസംഗം. നമുക്ക് അതറിയാം. സാധു ശാസ്ത്ര ഗുരു ആയ സിസ്റ്റം തന്നെ. അപ്പൊ ഈ ആകർഷണതത്വം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമാണെന്നാ പറയുന്നത്. ഉത്തമന ആചാര്യന്റെയും കാരുണ്യം കൊണ്ടാണ് സേവനത്തിന്റെ വിത്ത് ലഭ്യമാക്കുന്നത് എന്ന് ചൈതന്യ മഹാപ്രഭു ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ എന്താണ് ഒരു ആചാര്യന്റെ കാരുണ്യം അല്ലാതെ ഒരു ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്കോ അല്ലെങ്കിൽ കൃഷ്ണബോധത്തിലേക്കോ അല്ലെങ്കിൽ കൃഷ്ണ സേവനത്തിലേക്കോ കടക്കാൻ കഴിയില്ല. അതാണ് ഗുരുവിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാരാ പറഞ്ഞു? ചൈതന്യ മഹാപ്രഭു ഉറപ്പിച്ച് പറയാണ്. ഒരു ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്കറിയാം ഗുരു എന്ന് പറഞ്ഞത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് അല്ലെ?
അത്ര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഒരിക്കലും നമുക്ക് എന്താണ് ഗുരുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് സേവനത്തിന്റെ വിത്ത് ലഭിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാവണ്ട, കാരണം ആ ഗുരുവിനോട് അത്രയധികം അർപ്പണ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ ഗുരുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗുരുവിന്റെ കാരുണ്യം ലഭിക്കാതെ ഒരിക്കലും നമുക്ക് ഭഗവത് സേവനം നടപ്പിലാകില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു, പ്രിയപ്പെട്ട ഉദ്ധവ, അസാധാരണ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ എന്നോട് ആഭിമുഖ്യം തോന്നുകയുള്ളൂ. പൂർണ്ണമായും കാമ്യകർമ്മങ്ങളിൽ നിന്ന് മുക്തനാകുന്നില്ലെങ്കിൽ പോലും, അഥവാ പൂർണ്ണമായി ഭക്തിയുദ്ധ സേവനം മുഴുകുന്നില്ലെങ്കിൽ പോലും ആ സേവനം ദുരിതഫലദായകമാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഭഗവാനോടുള്ള ആഗ്രഹം അത് വളരെ കുറച്ച് പേർക്ക് ലഭിക്കുള്ളൂ എന്നാ പറയുന്നത്. നമുക്കറിയാം, മനുഷ്യാണം സഹസ്രേഷു കച്ചിത്തേജ സിദ്ധി നമുക്ക് പഠിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന ശ്ലോകമാണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്, 1000-1 പേർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ എന്ന് പറയാം. അപ്പൊ അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്താണ്, കാമ്യകർമ്മങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭക്തിസേവനം മുഴുവനായിട്ടില്ലെങ്കിലും എന്താണ്, ഈ സേവന താല്പര്യം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്, ഭഗവാനോട് പ്രിയം തോന്നുക എന്ന് പറയുന്നത് തന്നെ അപൂർവത്തിൽ അപൂർവമാണെന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയണം. മനുഷ്യാണ് സഹസ്രേഷു കച്ചിത്തേജ സിദ്ധി എന്ന് പറയുന്ന അത് തന്നെ വളരെ അപൂർവത്തിൽ അപൂർവം മാത്രമാണ് ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്, ബാക്കിയുള്ള തന്നെത്താനെ വന്നോളൂ, നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അതാണ് പറഞ്ഞത്. നമ്മളെ എന്താണ് ഒരു പഠിതാവ് അല്ലെങ്കിൽ ഒരു ഡിവോട്ടി ആർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് ഭഗവാന്റെ കരുണ തന്നെ വേണം. അങ്ങനെ അപൂർവത്തിൽ അപൂർവം മാത്രമേ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. പ്രസക്തമായ വേദഗ്രന്ഥങ്ങളിൽ നിന്നും നിഷ്ണാതത്വം അവയെ ആധാരമാക്കിയിട്ടുള്ള ചർച്ചയിലെ വൈവിധ്യം എന്നിവ ഉത്തമ ശ്രേണിയിലുള്ള ഭക്തന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ജനറലായിട്ട് ഈ അദ്ദേഹത്തിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പലതരം ഭക്തന്മാരാണ്. നമുക്കറിയാം, ഉത്തമ അധികാരി, മധ്യമ അധികാരി, അല്ലെങ്കിൽ കനിഷ്ക അധികാരി എന്ന് പറയും അല്ലെ. അപ്പൊ ഉത്തമ അധികാരികൾ എന്ന് പറയുമ്പോൾ അവരെ പറ്റി പറഞ്ഞാണ്. കാരണം എന്താണ്, അവർക്ക് എന്താണ്, വേദഗ്രന്ഥങ്ങളിലുള്ള ശാസ്ത്രം, ആ ശാസ്ത്രം വളരെ അറിവുണ്ടായിരിക്കണം. പിന്നെന്താണ്, അതില് ഒരു ഉത്തമ ശ്രേണിയിൽപ്പെട്ട അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭഗവാനോടുള്ള ആകർഷണത്തെ ഉണ്ടായിരിക്കണം ആ വ്യക്തിക്ക്. പിന്നെന്താണ്, ആ വ്യക്തിക്ക് വൈദിക ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ അടിയുറച്ച വിശ്വാസവും അതിനെപ്പറ്റിയുള്ള ആധാരമായിട്ടുള്ള ചർച്ചയിൽ വൈവിധ്യവും ഉണ്ടായിരിക്കണം. എന്നാലേ ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഭക്തനിലേക്ക് നമ്മൾ ഉയരുള്ളൂ. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഭക്തിയും ചെയ്യുന്നുണ്ട്, കൂടാതെ നമ്മൾ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, ഗുരുവിനെ സേവിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് ഒരു ഗുരു പരമ്പരയിലും കണക്ട് ആവണം. ഇങ്ങനൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ആ ലെവലിലേക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ താഴ്ന്ന അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കും. തികഞ്ഞ വിവേചന ബുദ്ധിയോടെ നിഗമനങ്ങൾ അവതരിക്കാനുള്ള സാമർഥ്യം അയാൾക്കുണ്ടായിരിക്കണം. ആയിരിക്കും ഒരു ഉത്തമ ഭക്തന്റെ പറയുന്നതാണ്. കാരണം ശരി ഏത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നെടുത്ത് അറിയാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഒരു ഉയർന്ന ലെവലുള്ള ഭക്തൻ ഉണ്ടായിരിക്കണം. ഭക്തിയുത സേവനത്തിനുള്ള നിയമാക മാർഗങ്ങൾ ആവിഷ്കരിക്കാൻ അയാൾക്ക് കഴിവുണ്ട്. അതാണ് അതിന്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് കുറെ കാര്യങ്ങള് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും. അതില് സാധാരണ വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എടുക്കാം. പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിലും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലോകത്ത് അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശ്ലോകം തന്നെ നമുക്കറിയാം അല്ലെ. അത് എന്താണ്, ഹരിർനാമ കേവല നാസ്തൈവ നാസ്ത ഗതിരന്യത എന്ന് പറയുന്ന ശ്ലോകം എവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്, വൈവർത്ത പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ്, ആ പുരാണത്തിൽ നിന്ന്, അതാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം ഈ ലോകത്തിൽ എന്താ വേണ്ടത്. ഗ്രന്ഥങ്ങൾ മുഴുവനും പാരായണം ചെയ്തതിന് ശേഷം ഈ ലോകത്തിന് വേണ്ടിയിട്ട് അതിനെ ആവിഷ്കരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം, ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാർക്ക് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഈ ലോകത്തിൽ ഇപ്പോഴത്തെ ആവശ്യത്തിന് എന്താണ് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ആവിഷ്കരിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നത്, ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവിഷ്കരിക്കാൻ കഴിവുള്ളവരാണ് ശരിക്കും
ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാരെന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന വെച്ചാൽ നമുക്കറിയാം, ശരിക്കും 64 ജപാണ് അത് ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ എന്താണ് പ്രഭാസ്വാമിയാണ് അത് 16 മാല എന്നുള്ളതിലേക്ക് കുറച്ചത് അല്ലെ. അതാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ 64 നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അല്ലെ. അപ്പൊ അതാണ്, അത് ആവിഷ്കരിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാരെന്ന് പറഞ്ഞത്. ജീവിതത്തിന്റെ പരമാവധി ലക്ഷ്യം ഭക്തിയുതമായ കൃഷ്ണസേവനമാണെന്ന് അയാൾക്കറിയാം. ആ വ്യക്തിക്ക് എന്താണ്, ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പരമായ ലക്ഷ്യം ഭക്തിയാണെന്ന് ആർക്കറിയാം? ഒരു ഉയർന്ന തലത്തിലുള്ള ഭക്തന് അറിയാൻ കഴിയും. തനിക്ക് ആരാധിക്കാനും സ്നേഹിക്കാനും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ വിശ്വസിക്കുന്നു. ഈ ശ്രേണിയിൽപ്പെടുന്ന ഭക്തന്മാർ ഉത്തമനായ അങ്ങനത്തെ ഉള്ള ഭക്തന്മാർ തീർച്ചയായിട്ടും എന്തായാലും ഒരു ആചാര്യ പരമ്പരയിൽ നിന്ന് വരുന്ന വ്യക്തികളായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഉന്നതമായിട്ടുള്ള ആചാര്യന്മാരുടെ ശാസനകളെ, അവരിൽ തന്നെയുള്ള ആചാര്യന്മാരുണ്ട് ഉയർന്ന തലത്തിൽ, അവരെ ശാസനം അതേപടി പിന്തുടരുന്നവരാണ്, അതിൽ മാറ്റം വരുത്തില്ല. പിന്നെ ആ വ്യക്തിക്ക് എന്തും കൂടെ അറിയാം, താൻ ആരാധിക്കണം, തനിക്ക് ആരാധിക്കാനും സ്നേഹിക്കാനും ഭഗവാൻ ഉള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസം ആ ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാർക്കുണ്ടായിരിക്കും. ഇപ്രകാരം പഠിപ്പിക്കാനും ആത്മീയ ഗുരുവായി തീരാനും പറ്റിയ രീതിയിൽ ശിക്ഷണം ലഭിച്ചുള്ളത് കൊണ്ട് അയാളെ ഉത്തമ ഭക്തനായി കണക്കാക്കുന്നു. അപ്പൊ ഇക്കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവർക്കിൽ ഉണ്ടാവും. അങ്ങനത്തെവരെയാണ് ശരിക്കും ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അതേ രീതിയിലുള്ള ശിക്ഷണം ആ വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വ്യക്തിനെ നമ്മൾ ഉത്തമ ഭക്തനായിട്ട് കണക്കാക്കാൻ പറ്റും. അതാണ് എല്ലാവരും ഭക്തരാണെന്ന് പറഞ്ഞാലും ഭക്തരിൽ തന്നെ ഉന്നത ശ്രേണിയുണ്ട്, അതേപോലെ തന്നെ മധ്യമമുണ്ട്, അതേപോലെ തന്നെ കനിഷ്കുണ്ട് അല്ലെ, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഉത്തമ ഭക്തൻ എന്ന് പറയും, ഇതാണ് ഭക്തൻ. ശരിക്കും ഉത്തമ ഭക്തന്മാരിൽ നമ്മൾ ശരിക്കും ഭക്തൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പല കാര്യങ്ങള് അറിയുകയും ചെയ്യാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ശാസ്ത്രങ്ങളും അറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ തന്നെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം, അനേകം പുരാണങ്ങളെ രൂപഗോസ്വാമി ശരിക്കും വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കറിയാം, എല്ലാ പുരാണങ്ങളും ശരിക്കും നമ്മളെ ഭാഷയിൽ പറഞ്ഞ് അരച്ചു കുടിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാം ആർക്ക്? ഇതുപോലത്തെ ആചാര്യന്മാർക്ക്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്തു തരാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഉത്തമ അധികാരി അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഭക്തൻ എന്ന് പറയുന്നത്. ഇത്തരം ശിഷ്യന്മാരിൽ ഒരിക്കലും തന്നിൽ നിന്ന് മുതിർന്ന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. മുതിർന്നവരുടെ, അപ്പൊ ഇവരെന്താണ്, ഇങ്ങനത്തെ ഭക്തന്മാരെന്താണ്, മുതിർന്നവർ, അവരേലും ഉന്നത ലെവലിലുള്ള ആചാര്യന്മാർ പറഞ്ഞ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അപ്പൊ അത് തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. വൈദിക ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായി അവഗാഹം നേടി യുക്തിപൂർവ്വ നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങൾ അപഗ്രഹിച്ചവരാണ് ഉത്തമ ഭക്തന്മാർ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഭക്തിരസാമൃത സിന്ധുവില് പല കാര്യങ്ങളും പല പുരാണങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പല പോയിന്റ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് പറഞ്ഞത്, നിരൂപണ ബുദ്ധിയോടെ യുക്തിപൂർവം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അതെടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. അപഗ്രഥിക്കുന്നവരാണ് ഉത്തമ ഭക്തന്മാർ. യുക്തിപൂർവമായ നിരൂപണം എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്ന വൈദിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള യുക്തിയാണ്. അതാണ്, നമ്മള് വെറുതെ യുക്തിയല്ല, അത് അതിന്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞത് അത് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ അത് വേറെ രീതിക്ക് തിരിക്കാൻ പാടില്ല. നമ്മളെ യുക്തി ഉണ്ടെന്ന് വെച്ചിട്ട് അതിലെ തത്വങ്ങൾ മാറ്റുന്നതല്ല, നമുക്ക് ആയ യുക്തി എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ്. സമയം പാഴാക്കാൻ വേണ്ടിയുള്ള വെറും ഊഹാധിഷ്ഠിത രീതികൾ ഇവർക്ക് താല്പര്യമില്ല. അത് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവോ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. യുക്തിപൂർവം കാര്യങ്ങൾ എടുക്കും, അതിലെന്താ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിച്ച് തലപോക്കില്ല. ചുരുക്കി പറഞ്ഞു, ഊഹാധിഷ്ഠിത രീതികൾ ഇവർക്ക് താല്പര്യമില്ല. മറ്റൊരുത്തിൽ പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ പാകം വന്ന് പ്രജ്ഞത നേടിയവരെ ഉത്തമ ഭക്തന്മാരായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ പരിപൂർണ ഭക്തിയുത സേവനത്തിൽ അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞ ആയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അവരെയാണ് ശരിക്കും ഉത്തമ ഭക്തന്മാരായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. മതഗ്രന്ഥങ്ങളെ ആധാരമാക്കി ന്യായവാദം നടത്തുന്നതിൽ വലിയ സാമർഥ്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ലക്ഷ്യത്തെക്കുറിച്ച് ദൃഢമായ വിശ്വാസമുള്ളവരാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവർ.
അപ്പൊ 3 ശ്രേണി എന്ന് പറഞ്ഞാൽ ആദ്യം ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തമാധികാരികൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്നൊരു ആചാര്യ പരമ്പരയിൽ നിന്നായിരിക്കും. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലും അവഗാഹം ഉണ്ടാവും അല്ലെ. ശരിക്കും ഈ 3 കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യമുള്ള വ്യക്തിനെയാണ് ഉത്തമ അധികാരികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ശ്രേണിയിൽ വരുമ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ആധികാരികമായിട്ടുള്ള അറിവ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അവർക്ക്. പക്ഷെ എന്താണ്, ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു ദൃഢവിശ്വാസം അവരിൽ ഉണ്ടാവും. ഭഗവാനിൽ അടിയുറച്ച് വിശ്വാസം ഉണ്ടാവും. പക്ഷെ എന്താണ്, ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും അത് കാര്യങ്ങൾ അത്ര ആയ കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അത് മുഴുവനും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. ഇവരാണ് ശരിക്കും രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവർ, അല്ലെങ്കിൽ നമ്മൾ മധ്യമ അധികാരികൾ എന്ന് പറയുന്നത്. മറ്റൊരുത്തി പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിന് പാകം വന്ന് സ്ഥിതപ്രജ്ഞ വരെ റിപ്പീറ്റ് വന്നു. കൃഷ്ണ സേവനത്തിനുള്ള നടപടിക്രമങ്ങളിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്. പക്ഷെ തന്റെ തീരുമാനത്തിന് അനുരൂപമായ വാദഗതികൾ മുന്നോട്ട് വെക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായി എന്ന് വരില്ല. രണ്ടാമത്തെ വിഭാഗം മധ്യമാധികാരികളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. പക്ഷെ എന്താണ്, അത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവനായിട്ട് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല എന്ന് വരും. അതാണ്, വാദഗതികൾക്ക് മുന്നോട്ട് വെക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവില്ല. അതായത് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടുത്തം കിട്ടൂല. പക്ഷെ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. അതാണ് മധ്യമ അധികാരികൾ എന്ന് പറയുന്നത്. അതേസമയം കൃഷ്ണൻ ആരാധിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും യോഗ്യമായ പരമമായ വസ്തു എന്താണെന്ന് അയാൾക്ക് ഉറപ്പുണ്ട് താനും. അപ്പൊ ആ വ്യക്തിക്ക് എന്താണ്, ഭഗവാനാണ് ആരാധിക്കേണ്ടതെന്ന് അറിയാം, ഭഗവാനാണ് സ്നേഹിക്കേണ്ടതായ യോഗ്യമായ പരമമായ വസ്തു ഭഗവാനാണെന്ന് അറിയാം, ഇതൊക്കെ അയാൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ആ വ്യക്തി വളർന്നിട്ടുണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത്. പിന്നെ അടുത്ത നമുക്കറിയാം, ആരംഭകർ എന്നോ പൊതുവിശ്വാസികൾ എന്നും വിശേഷിക്കപ്പെടാവുന്നവരെയാണ് മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആരംഭ ഭക്തർ, അല്ലെങ്കിൽ കനിഷ്ക ലെവലുള്ള ഭക്തർ, അല്ലെങ്കിൽ പുതുവിശ്വാസികൾ. ഇതാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇവരുടെ വിശ്വാസം ശക്തമല്ല. മതഗ്രന്ഥങ്ങളുടെ തീരുമാനത്തിൽ ഇവർ ശക്തമായ വാദഗതിയുടെ മുന്നിൽ ഇവരെ വിശ്വാസം തകർന്നു പോകുന്നു. ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധവും ഇവർക്കുണ്ടാവില്ല. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വിശ്വാസം തന്നെ ഉറച്ചിട്ടുണ്ടാവില്ല. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ ഉണ്ടോ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരിക്കും അവർക്ക്. അതേപോലെ തന്നെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളിലെ അറിവും അവർക്ക് വളരെ കുറവായിരിക്കും. ഇതേപോലെ തന്നെ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വാസം തന്നെ തകർന്നു പോകുന്ന പറയുന്നത്. അതുകൊണ്ട് കനിഷ്ക ലെവലിലെ പുതുഭക്തന്മാര് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവരൊരിക്കലും ഇങ്ങനത്തെ നാസ്തികരെ അവരെ പ്രസംഗങ്ങളോ അങ്ങനത്തെ ബുക്കുകളോ നമ്മൾ വായിക്കരുത്, കേൾക്കരുത് പറഞ്ഞതിന്റെ കാരണം, നമ്മൾ പുതുഭക്തരാണ്, നമുക്ക് ഏതാ ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മൾ തെറ്റിലേക്ക് പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞത് കനിഷ്ക ലെവലിലുള്ള ഭക്തന്മാരാണ്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കനിഷ്ക വ്യക്തികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വാസം തകർന്നു പോകും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അതോടുകൂടി ആ വിശ്വാസം തന്നെ അവർക്ക് തകർന്നു പോകും. പിന്നെ ഗ്രന്ഥങ്ങളിലുള്ള അറിവ് അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് മൂന്നാമത്തെ തരത്തിലുള്ള ഭക്തന്മാർക്കുള്ളത്. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആരംഭകരെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. ഈ വിഭാഗത്തിൽ 4 തരം ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ വിപത്തിൽ അല്ലെങ്കിൽ ദുരിതത്തിൽപ്പെട്ടവർ, പണം ആവശ്യമുള്ളവർ, ജിജ്ഞാസുക്കൾ, ജ്ഞാനികൾ. ഇവരെല്ലാം സേവനത്തോടെ അവരവരുടെ സാർത്ഥത സംതൃപ്തിക്കായി ഭഗവാനിൽ ആശ്വാസം തേടുന്നു. അപ്പൊ മൂന്നാമത്തെ ലെവലുള്ള ആരംഭ ഭക്തർ എന്ന് പറയുമ്പോഴേ അവര് നമുക്കറിയാം അവരെന്താണ്, സുഹൃതികൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞത് സുഹൃതികൾ തന്നെ ആയിട്ടാണ് അല്ലെ. അത് ആർത്തോ ജിജ്ഞാസു ആർത്തോ ജിജ്ഞാസു പിന്നെ അർത്ഥാർത്ഥി അല്ലെ, ജ്ഞാനി. ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാതെ ആർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ടുള്ളത് അല്ലെ. പിന്നെ അടുത്തത് വരുന്നത് ജിജ്ഞാസു, അറിവ്. പിന്നെ ജ്ഞാനി, പിന്നെ അർത്ഥാർത്ഥി. ഇങ്ങനെ 4 തരം ഗ്രൂപ്പ് ഉണ്ട്. ഇവര് സത്യത്തിൽ എന്താണ്, സുഹൃതികൾ തന്നെയാണ്. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭ ഭക്തരാണ്. ഇവർക്ക് വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇവരെല്ലാം സേവനത്തോടെ അവരുടെ സാർത്ഥ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഭഗവാന് ആശ്വാസം നേടുന്നത്. അപ്പൊ അവർക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലെ. ആഗ്രഹങ്ങൾ
തീർക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാനിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് ഭഗവാൻ സാക്ഷാത്കാരോ അല്ലെങ്കിൽ പരമാനന്ദോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അവരെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനിലെ ആശ്വാസം നേടുന്നത് പറഞ്ഞത്. അതെന്താണ് കനിഷ്ക ലെവലുള്ള ഭക്തന്മാരെ ലെവൽ അതാ പറയുന്നത്. ഏതെങ്കിലും ആരാധനയത്തിൽ എത്തി സ്വന്തം ഭൗതിക ദുഃഖത്തിൽ നിന്ന് ആശ്വാസം കിട്ടാനായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുക. അതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് കനിഷ്ക ലെവല് അല്ലെങ്കിൽ പ്രാരംഭ ഭക്തർ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃതികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിനോ അന്വേഷണ കൗതുകത്തെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരാധന നടത്തുന്ന ഗ്രൂപ്പാണ് ഏറ്റവും താഴെയുള്ളത് കനിഷ്ക ലെവല്, അല്ലെങ്കിൽ ആരംഭ ഭക്തർ, അല്ലെങ്കിൽ പറയാൻ നമുക്ക് സുഹൃതികൾ. 4 തരം സുഹൃതികളെ ഗ്രൂപ്പിൽ പെടുന്നത്. ദൈവത്തിന്റെ ജ്ഞാനിയെയും ജ്ഞാനിയും ഈ വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. ഇവരെല്ലാം തന്നെ ശുദ്ധ ഭക്തന്മാരായും ആയുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഫലമായി മധ്യമ ശ്രേണിയിലേക്കും ക്രമേണ ഉത്തമ ശ്രേണിയിലേക്കും ഉയർത്തപ്പെടുന്നു. അപ്പൊ ഇവരെ പ്രത്യേകത എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഒരു നല്ല ഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം കിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് മധ്യമ ശ്രേണിയിലേക്കും പിന്നെ ക്രമേണ ഉത്തമ ശ്രേണിയിലേക്കും ഉയർത്തപ്പെടും എന്ന് ഗ്യാരണ്ടി പറയാണ്. കാരണം എന്താണ്, അപ്പൊ ആ സാധു സംഘം എന്നുള്ള പറയുന്നത് അവർക്ക് കിട്ടണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് നമുക്ക് നാരദ മഹർഷിയുടെ മുൻജന്മ കഥ നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് സാധു സംഘമാണ്. അതിന് ശുദ്ധ ഭക്തന്മാരായിട്ടുള്ള നിരന്തര സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മധ്യമ ശ്രേണിയിലേക്കും അതുപോലെ ഉത്തമ ശ്രേണിയിലേക്കും അവർ ഉയർത്തപ്പെടുന്നു. തുടക്കക്കാർക്ക് ഉത്തമ മാതൃകയാണ് ധ്രുവ മഹാരാജാവ്. അച്ഛന്റെ രാജ്യം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സേവനത്തിന് പുറപ്പെട്ടത്. നമുക്കറിയാം ധ്രുവ മഹാരാജാവ് എന്താണ്, ഭഗവത് സാക്ഷാത്കാരത്തിനൊന്നല്ല പോയത്, നമുക്കറിയാം അല്ലെ. ചെയ്യാൻ പോയത് എന്തിനാണ്, രാജ്യം കിട്ടണം അല്ലെ, രാജാവാവണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്, രാജ്യം ലഭിക്കാൻ വേണ്ടിയാണ് ധ്രുവ മഹാരാജാവ് പോയത്. പിന്നെ എന്താണ്, പിന്നെയാണ് ഭഗവാനെ കാണുന്നതോടുകൂടി ആ ആനന്ദം കിട്ടുന്നതും അങ്ങനെ ഒടുവിൽ അത് എല്ലാതും വേണ്ടാന്ന് വെക്കുന്നതും. ഒടുവിൽ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവൾ ഭൗതികമായി ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയുള്ള വരദാനം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആ അവസ്ഥയിൽ എത്താണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ്, അർത്ഥാർത്ഥിയാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ടാണ് അതിനു വേണ്ടി പോയാലും ഭഗവാനെ അതിനുവേണ്ടി ആഗ്രഹിച്ചാലും ശരിക്കും ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അവസ്ഥ വരില്ല എന്നാണ്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പിന്നെ വരില്ല. അതാണ് ധ്രുവ മഹാരാജാവ് ആ വരദാനം സ്വീകരിക്കാതിരുന്നത്. ഗജേന്ദ്രൻ വിപത്തിൽപ്പെട്ടു ഉഴലുകുന്നു. രക്ഷയ്ക്ക് കൃഷ്ണനെ പ്രാർത്ഥിച്ചു ഭക്തനായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് ആയ 4 തരം ഭക്തന്മാര് അല്ലെങ്കിൽ സുഹൃതികൾ ഭക്തന്മാര് ലെവലിലേക്ക് ഉയരുന്നു പറയുന്നത്. കാരണം ഭഗവാനെ കണക്ട് ആവണം. അങ്ങനെ കണക്ട് ആവുമ്പോ പിന്നെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്തനായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗജേന്ദ്രൻ വിപത്തിൽപ്പെട്ടു, രക്ഷയ്ക്കായി കൃഷ്ണനെ പ്രാർത്ഥിച്ചു ഭക്തനായി തീരുകയും ചെയ്തു. സനകൻ, സനാതനൻ, സനന്ദൻ, സനത് കുമാരൻ തുടങ്ങിയ ജ്ഞാനികളെല്ലാം അത്യന്തിഷ്ഠിതമായി ഭക്തിയുത സേവനത്തിൽ ആകർഷിക്കപ്പെട്ടവരാണ്. അത് നമുക്കറിയാം. 4 കുമാരന്മാര്. അപ്പൊ കുമാരന്മാരെ കാര്യവും അതേപോലെ തന്നെയാണ്. അത് അവരെന്താണ്, ജ്ഞാനി എന്നുള്ള അവസ്ഥയിലാണ് അല്ലെ. പിന്നെ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടി ഋഷിമാരുടെ സംഘത്തിന്റെ കഥയും വിഭിന്നമല്ല. അവർ ജിജ്ഞാസുക്കളായിരുന്നു. അപ്പൊ ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞ ഉദാഹരണം എന്ന് പറയുമ്പോഴാണ് ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ കൂടിയ നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയ ഋഷിമാര്. മറ്റൊന്നിന് ജ്ഞാനികളെ കൂട്ടത്തിൽ പറയുമ്പോഴാണ് നമുക്ക് സനകൻ, സനാതനൻ, സനന്ദൻ, സനത് കുമാര്. ഇത് ജ്ഞാനികളെ. അതേപോലെ തന്നെ അടുത്ത മുന്നത്തെ എന്താണ്, ദുഃഖം, അതാണ് ഗജേന്ദ്രൻ. പിന്നെ എന്തായിട്ടാണ് ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ധ്രുവ മഹാരാജാവിന്റെ, അതായത് ഭൗതികമായിട്ടുള്ള ആർത്താർത്ഥി അല്ല, ആർത്തോ അല്ലെ, അങ്ങനെ. ഗജേന്ദ്രനല്ലേ ദുഃഖിതൻ, ആർത്തൻ, അർത്ഥാർത്ഥി ധ്രുവൻ. ആർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതൻ. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നു. ഓക്കെ, ഹരേഷ്ണ. അപ്പൊ അവർ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് സോദു ഗോസ്വാമിയോട് ചോദിക്കുമായിരുന്നു. ജിജ്ഞാസുകളായതുകൊണ്ടാണ് അല്ലെ. അത് ഇങ്ങനെ ശുദ്ധ ഭക്തന്മാരുമായി അവർക്ക് സമ്പർക്കം ലഭിച്ചതിന്റെ ഫലമായി സ്വന്തം
സ്വയം ശുദ്ധ ഭക്തന്മാരായി മാറി. അപ്പൊ ഇതെന്താണ് ഇവര് ഋഷിമാരെന്താണ് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ സൂത ഗോസ്വാമിനോട് ചോദിച്ചത്. അപ്പൊ ജിജ്ഞാസുകളാണ്. അപ്പൊ അവരെന്താണ് ആ സംസർഗം അല്ലെ സമ്പർക്കം ആരായിട്ട് പ്രത്യേകിച്ച് ഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം കിട്ടിയതോടുകൂടി അവർക്ക് എന്താ ശുദ്ധ ഭക്തരായിട്ട് മാറുകയാണ് ചെയ്തത്. ഏത് പരിസ്ഥിതിയിലും ശുദ്ധ ഭക്തരുമായി സമ്പർക്കം നടത്താൻ ഭാഗ്യം വളരെ വേഗത്തിൽ മധ്യം ഉത്തമ വിധാനങ്ങളിലേക്ക് ഉയർത്തപ്പെടും. അപ്പൊ എന്താണ് നമുക്ക് ശുദ്ധ ഭക്തരുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനുള്ള പരിസ്ഥിതിയും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മള് ഉത്തമ അല്ലെങ്കിൽ മധ്യമ വിഭാഗത്തിലേക്ക് ഉയർത്തപ്പെടും. പിന്നെ ഇതിന് ഭഗവത് 7-ാം അധ്യായത്തിൽ ഈ 4 തരം ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം ധർമ്മനിഷ്ഠയില്ലാത്തവർക്ക് ഭക്തിയുത സേവന ധർമ്മനിഷ്ഠയില്ലാത്തവർക്ക് ഭക്തിയുത സേവനത്തിൽ വരാൻ ആവില്ല. അപ്പൊ 7-ാം അധ്യായത്തിൽ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതായത് ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനി ഇതൊക്കെ എന്താണ് സുഹൃതികളാണ് അല്ലെ. ഈ സുഹൃതികൾക്കാണ് ശരിക്കും എന്താണ് ഭക്തിയുത സേവനത്തിലേക്ക് വരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് അവരെന്താണ് ഭഗവാന് വേണ്ടി ഭഗവാനെ സമർപ്പിക്കും, ഭഗവാനോടാണ് ചോദിക്കുന്നത്, വേറെ ആരോടും ചോദിക്കുന്നില്ല ആ അവസ്ഥ. പിന്നെ ധർമ്മിഷ്ഠ ഇല്ലാത്തവർക്കോ ഭക്തിയുത സേവനത്തിലേക്ക് വരാനേ കഴിയില്ല. ആരംഭ ഭക്തന്മാരെ 4 തരംതിരിക്കുന്നത് നേരത്തെ പറഞ്ഞു. ഇതിൽ നിന്ന് ധാർമ്മിക പ്രവർത്തനത്തിൽ ഏർപ്പെടുത്താതെ ദുരിതം അനുഭവിക്കാൻ ക്രമേണ ആത്മീയവാദിയോ കമ്മ്യൂണിസ്റ്റോ അതേപോലെ മറ്റു വല്ലതുമൊക്കെ ആയിത്തീരും. അപ്പൊ ധർമ്മത്തിലേക്കൂടെ പോയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ താഴ്ത്തിക്ക് തന്നെ പോരും. അപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റോ ആത്മീയവാദിയോ വെറും തത്വങ്ങളിൽ മാത്രമായിട്ടൊക്കെ ഒതുങ്ങി നിൽക്കും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം അയാൾ ഈശ്വരനിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഈശ്വരനെ നിരാകരിച്ചത് കൊണ്ട് തന്നെ സ്വന്തം ദുരാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് അയാൾ കരുതുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അപ്പൊ എന്താണ് എല്ലാതും എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് ആ ജീവിതം താഴ്ത്തിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ആത്മീയ ജീവിതത്തിന്റെ ലെവല് താഴ്ത്തിക്ക് തന്നെ പോകും എന്ന് പറയുന്നത്. അപ്പൊ 4 തരം ആരംഭരിൽ ജ്ഞാനിയാണ് തനിക്ക് ഏറ്റവും പ്രിയം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. ഇപ്പൊ 4 തരം നമുക്കറിയാം. ഇപ്പൊ 4 തരത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആരാണ് ഭഗവാൻ കൊടുക്കുന്നത് തന്നെ എന്താണ് ജ്ഞാനിക്കാണ്. ഇപ്പൊ ജ്ഞാനിയാണ് ഏറ്റവും ഈ 4 വ്യക്തികളിൽ വെച്ചിട്ട് 4 ഗ്രൂപ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ജ്ഞാനിക്കാണ് ഭഗവാൻ. കാരണം അറിവ് അല്ലെ, ആ അറിവ് ഉണ്ടായി കഴിഞ്ഞാലോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമുക്ക് പിടികിട്ടുള്ളൂ അല്ലെ. അപ്പൊ ജ്ഞാനിക്കാണ്. അതാണ് നമ്മ ഗ്രന്ഥപാരായണം എന്ത് ചെയ്താലും അതൊക്കെ ജ്ഞാനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരിക്കലും ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി കൈനീട്ടുകയില്ല എന്ന് കാരണം ജ്ഞാനി ഈശ്വരനോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നുമില്ല. സാമ്പത്തിക ലാഭമോ ദുരിതത്തിന് നിവൃത്തിയോ മറ്റേതെങ്കിലും അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ജ്ഞാനിക്ക് അറിയാം, അയാൾക്ക് എല്ലാ വിവരത്തിനും ജ്ഞാനം കിട്ടി. അപ്പൊ തെറ്റേത് ശരിയാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ ആ വ്യക്തി ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്. എല്ലാ അറിവും കിട്ടാണ് വ്യക്തിക്ക്. അറിവ് കിട്ടുന്നതോടുകൂടി മനസ്സിലാവാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞത് ഭൗതിക ലോകം എന്ന് പറഞ്ഞത് നശ്വരാണെന്ന്, അത് നശിച്ചു പോകണമെന്നും ഇതൊക്കെ മനസ്സിലാവണം ജ്ഞാനിക്ക്. അതാണ് ജ്ഞാനിക്ക് ഭഗവാൻ ഏറ്റവും ഉയർന്ന സ്റ്റെപ്പ് കൊടുത്തു വെച്ചിട്ടുള്ളത്. ജ്ഞാനിയുടെ നിലയിലേക്ക് ഉയർത്തപ്പെടാതെ ഭഗവാൻ ആരാധിക്കുന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. അതാണ് നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നത്. ഭൗതിക അവസ്ഥയിൽ നിന്ന് ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് കടക്കണം, അല്ലെങ്കിൽ ഭൗതികത മുഴുവനും വിടണം. എന്നാല് അപ്പൊ ഭൗതികത വിടാ എന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്ന ജ്ഞാനത്തിൽ കൂടിയാണ്. അപ്പൊ ജ്ഞാനം അതാണ് പറഞ്ഞ ജ്ഞാന നിലയിലേക്ക് ഉയർത്തപ്പെടാതെ ഭഗവാൻ ആരാധിക്കുന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് നമ്മള് ഇനി ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് ഈ കാര്യങ്ങള്, അത് ഭക്തിയിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന രീതി വേറെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന എന്തിനാണ്? അൾട്ടിമേറ്റ് ഭൗതിക ലോകത്തിൽ നിന്ന് വിടുതലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടാൽ മാത്രമേ ശരിക്കും എന്താണ് അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ കഴിയുള്ളൂ എന്നാ പറയുന്നത്. കാരണം ഇത് ഉള്ളോടത്തോളം കാലം, ഈ ഭൗതികമായ ബന്ധനം ഉള്ളോടത്തോളം കാലം പൂർണ്ണമായിട്ട് ഭക്തിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അതാണ് ഒരു തരത്തിൽ പറഞ്ഞ മുക്തിക്ക് അപ്പുറമാണ് ഭക്തി എന്ന് പറയുന്നത്. നിരവധി ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനിയായി തീരുമ്പോൾ ഒരുവൻ വാസുദേവനിൽ സ്വാർപ്പണം ചെയ്യുന്നു. അതായത് വാസുദേവൻ കൃഷ്ണൻ ആണ് സകലത്തിനും കാരണവും ആദ്യ പുരുഷൻ എന്ന ബോധം വന്നിരിക്കുന്നു. അപ്പൊ ജ്ഞാനിക്ക് തന്നെ പറയുന്നത് നമുക്കറിയാം, ബഹുനാം ജന്മനാമന്ത് ജ്ഞാനവാന്മാ പ്രഭുത്തത് വാസുദേവൻ സർവമതി സമാത്മ സുദുർലഭ. അത് തന്നെ അപൂർവത്തിൽ വളരെ അപൂർവമാണെന്ന് നമുക്കറിയില്ലേ. അനേകം ജന്മങ്ങൾ തന്നെ വേണ്ടി വരും എന്നാ പറയുന്നത്. അപ്പൊ
നമ്മളെല്ലാവരും ഭക്തരാണ്, എല്ലാവരും ഭക്തിയിലേക്ക് ശ്രമിക്കുന്നവരാണ്. പക്ഷെ എന്താണ്, ഒരു ജ്ഞാനിക്ക് തന്നെ ബഹുനാം ജന്മനാം എന്തെന്നാണ് പറഞ്ഞത്, അത്രയും ജന്മങ്ങൾ തന്നെ വേണ്ടിവരും. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞ, ആ ജ്ഞാനിക്കാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്ന് പറ, അതേത് ഈ സുഹൃത്തുക്കളെ കൂട്ടത്തില് ഭക്തന്മാരെ വേറെ ലെവലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളത് ജനറലൈസ് ചെയ്യരുത്. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ജ്ഞാനിയുടെ അവസ്ഥയിലേക്കൊക്കെ എത്താ എന്ന് പറഞ്ഞ് തന്നെ അതിന് തന്നെ അനേകം ജന്മങ്ങൾ വേണ്ടിവരും. അപ്പൊ അത് ശരിക്കും ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തമ അധികാരി എന്നുള്ള ലെവലിൽ എത്തുമ്പോഴാണ് നമ്മളൊരു ഭക്തൻ എന്ന് പറയുന്നത്. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്താണ്, ഒരു ആരംഭ ഭക്തൻ തന്നെയാണ്. ആദ്യം മുതൽ തന്നെ അയാളുടെ കൃഷ്ണാഭിമുഖ്യം എന്നതാണ് അതിന്റെ അർത്ഥം. ഏതാ, ഈ ജന്മനാൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം പല ജന്മങ്ങൾ ചെയ്തത് കാരണം കൊണ്ടാണ് നമുക്ക് ഭഗവാനായിട്ടുള്ള ആഭിമുഖ്യം വരുന്നത് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ജന്മത്തിലല്ല ഭഗവാനായിട്ടുള്ള കണക്ഷൻ വരുന്നത്. ബുദ്ധി കുറഞ്ഞവരും മായയുടെ പിടിയിൽപ്പെട്ട് ബുദ്ധി കൈവിട്ടു പോയവരും ഈ പിന്നെ ദേവതകളുടെ ആയിരിക്കും ആഭിമുഖ്യം കാണിക്കുക. അടുത്ത ലെവല്, അതായത് ദേവന്മാരെ ആരാണ് ആരാധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അവരെന്താണ്, ബുദ്ധി കുറഞ്ഞവര്. ഇപ്പോഴത്തെ ഈ ഭൗതികത്തിനോട് മാത്രം ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നവരാണ് ദേവതകളെ ആദരിക്കുക എന്ന് പറയുന്നത്. അവര് മായയിൽ പിടിപെട്ടവരാണ്. ആ മായയിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് പല ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വരും അല്ലെ. അതിൽ നിന്ന് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ജയിലിൽ നിന്ന് അടുത്ത ജയിലിലേക്ക്, അതായത് ഒരു ചങ്ങലയിൽ നിന്ന് സ്വർണ്ണ ചങ്ങലയും അതുപോലെ തന്നെ ഇരുമ്പിന്റെ ചങ്ങലയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതും അതിന് ദേവന്മാരെ ആരാധിക്കുന്നതിന്റെ ഒക്കെ കാരണം അത്രയേ ഉള്ളൂ എന്നാ പറയുന്നത്. അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാ പറയുന്നത്. ദേവന്മാരെ ആരാധിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഭൗതികമായിട്ട് ഒരു തോന്നലിനെ ശരിയാക്കുന്നു മാത്രമേ ഉള്ളൂ ദേവത സങ്കല്പത്തിൽ വരുന്നത്. അതാണ് ഇങ്ങനെ ബുദ്ധി കൈവിട്ടു പോയവരെയാണ് ഈ പിന്നെ ദേവതകളെ ആയിരിക്കും ആഭിമുഖ്യം കാണിക്കുക എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ഗുണത്തിന് സത്ത് രജസ് തമസ് അടിസ്ഥാനത്തിൽ ഓരോ ദേവതയെ സ്വീകരിക്കുന്നു. ശരീരമല്ല ആത്മാവാണ് താനെന്നറിയുന്നവനാണ് ജ്ഞാനി. അത് നമ്മൾ ഭഗവതിയിൽ ശ്രദ്ധാവിഭാഗത്തിൽ പഠിക്കുന്നുണ്ടല്ലേ. നമ്മളെ ഗുണത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരുത്തരുടെ ഗുണത്ത്. സത്ത് ഗുണത്താണെങ്കിൽ സാത്വികമായിട്ടുള്ള ദേവന്മാരെ, രജസ്സാണ് രജസ് പരമായിട്ടുള്ളത്, തമസ്സാണെങ്കിൽ തമസ് പരമായിട്ടുള്ള ദേവത സങ്കല്പത്തെ ആയിരിക്കും നമുക്ക് ആരാധിക്കാൻ ഇഷ്ടപ്പെടാം. അത് ശ്രദ്ധാവിഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, സ്വീകരിക്കുന്നു. ശരീരമല്ല ആത്മാവ് താനെന്നറിയുന്നവനാണ് ജ്ഞാനി. അപ്പൊ ജ്ഞാനി എന്നാണെന്ന് പറഞ്ഞു, ജ്ഞാനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഭഗവാൻ എന്ന് പറയുമ്പോ ശരീരമല്ല ആത്മാവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് അറിയുന്നവൻ. അറിവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അതറിയാം. അതിന്റെ അർത്ഥം ഞാൻ ജ്ഞാനി എന്നല്ല, നമ്മളത് തെറ്റിദ്ധരിക്കരുത്. അത് താൻ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവാണെന്ന് ബോധം വരുന്നത് കൊണ്ട് തന്റെ ഉറ്റ ബന്ധം സ്വന്തം ശരീരത്തോട് ആയിരിക്കരുത്, മറിച്ച് കൃഷ്ണനോട് ആയിരിക്കണം എന്നയാൾ മനസ്സിലാക്കുന്നു. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആ അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശരീരം എന്ന് പറഞ്ഞത് നമുക്ക് ബന്ധമുള്ള കാര്യമല്ല, നമ്മുടെ ബന്ധം ഭഗവാനായിട്ടാണ് എന്നൊരു അവസ്ഥ നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ജ്ഞാനി എന്നുള്ള ലെവലിലേക്ക് നമ്മളെ ഉയരുന്നത്. ദുഃഖിതനും ധനം ആവശ്യമായി വരുന്നവനും വന്നിരിക്കുന്നവനും ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിലാണ്. കാരണം ഇപ്പറഞ്ഞ രണ്ടും ശാരീരികവുമായി ബന്ധപ്പെട്ടതാണ്. ജിജ്ഞാസുവിന്റെ നില ഇവരിതിനേക്കാൾ അല്പം ഉയർന്നതാണ്. അപ്പൊ ഈ 4 എണ്ണത്തിൽ തന്നെ വീണ്ടും തിരിച്ചിരിക്കുകയാണ്. നമുക്ക് സുഹൃത്തുക്കളെ കൂട്ടത്തിൽ തന്നെ ദുഃഖിതനും ധനം ആഗ്രഹിക്കുന്നവൻ, ഇവരെന്താണ്, ഇവര് അതിനേലും താഴെയാണ്. ഇപ്പൊ 4 ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മുകളിൽ, അതിനും താഴെ ജിജ്ഞാസു, അതിനേലും താഴെയാണ് ദുഃഖിതരും ധനം ആഗ്രഹിക്കുന്നവരും വരുന്ന പറയുന്നത്. കാരണം ഇത് ദുഃഖിതരും ധനം എന്ന് പറയുന്നത് എന്താണ്, അത് ഭൗതിക സങ്കല്പത്തിലുള്ള കാര്യമാണ്, അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് കാരണം അതൊന്നും കൂടെ താഴ്ത്തിയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നല്ല, അതിന്റെ ലെവല് കുറച്ചും കൂടെ താഴ്ന്നിരിക്കണം. അതിനേലും ഉയർന്ന തലമാണ് ജിജ്ഞാസുവിന്റെ നില, ഇവരുടേതിനേക്കാൾ അല്പം ഉയർന്നതാണ്. പക്ഷെ അപ്പോഴും അയാൾ ഭൗതിക വിധാനത്തിൽ തന്നെ കൃഷ്ണൻ അന്വേഷിക്കുന്ന ജ്ഞാനിക്കറിയാം താൻ ജീവാത്മാവ് അഥവാ കൃഷ്ണൻ പരമാത്മാവ് അഥവാ പരബ്രഹ്മവുമാണെന്ന്. അപ്പൊ ജ്ഞാനിനേക്കാളും താഴ്ന്ന തലവാണ് ജിജ്ഞാസു. ജ്ഞാനിക്ക് കാര്യങ്ങൾ അറിയാം, കാരണം ഭഗവാനാണെന്നും പരമാത്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും താൻ ജീവാത്മാവാണെന്നൊക്കെ കാര്യങ്ങൾ ആർക്കറിയാൻ പറ്റും,
ശരിക്കും ഒരു എനിക്കറിയാൻ പറ്റും. ഭൗതികമായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായ ഭൗതിക ക്ലേശ ലോകങ്ങളിൽ നിന്നും മുക്തനായ ജീവിതാത്മാക്കളെ മുഴുവൻ തുല്യനിലയിൽ കാണാനുള്ള അവസ്ഥ വരുമ്പോൾ ഒരുവൻ ഭക്തസേവനത്തിന്റെ യോഗ്യത നേടുന്നു എന്ന് ഭഗവത ഉറപ്പിച്ചു പറയുന്നു. കാരണം നമുക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരിലും ഭഗവാന്റെ അംശം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തണം. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഭക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാവരിലും ഭഗവാൻ, അത് പരമാത്മ രൂപവും അതുപോലെ തന്നെ ജീവചൈതന്യം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ, ആ അവസ്ഥ എത്തുമ്പോഴാണ് ആ വ്യക്തി ഭക്തിയുത സേവനത്തിന്റെ യോഗ്യത നേടുന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മനസ്സിലായില്ല നമ്മളെ ലെവൽ എന്തോരാണെന്ന്. അതാണ് ഭക്തൻ, അതാണ് ഭക്തിയുത സേവനത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയാം, നമ്മളെല്ലാവരും ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നതിന്റെ കാരണം അതാണ്. ആ ശ്ലോകം ഓർമ്മയുണ്ടോ? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരം. ശ്ലോകമല്ലേ? ഓക്കെ. അതുകൊണ്ട് കുറെ ശ്ലോകങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്. അല്ലെ പിന്നെ പണ്ഡിത സമദർശന ഓക്കെ. ഹരേഷ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. എല്ലാവരിലും ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ ഭക്തിയുത സേവനം യോഗ്യത ഉള്ളത്. ഭക്തിയുത സേവനത്തിന് യോഗ്യത അവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ആയിട്ട് എന്താ പറയുക, നമുക്കൊരു അഡ്മിഷൻ എടുക്കണം. അപ്പൊ നമുക്ക് പറയും അല്ലെങ്കിൽ 12th ഇത്ര മാർക്ക് വേണം, നമ്മൾ പെർസെന്റേജ് ഉള്ളു അല്ലെ, അതാണ് യോഗ്യത. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കേണ്ടത് നമ്മൾ അല്ലെ. അപ്പൊ ആ അവസ്ഥയിൽ വരുമ്പോൾ ഒരുവൻ ഭക്തി സേവനത്തിന്റെ യോഗ്യത നേടും. എപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ എത്തുമ്പോ. അപ്പൊ അതേവരെ നമ്മൾ എന്താ ചെയ്യണം, യോഗ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര ശ്രമിച്ചാലും ഭഗവാനിൽ ഐക്യം പ്രാപിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് കൂടുതൽ പ്രമാണമായി കൊണ്ട് ഭൗതിക ലോകത്തിലോ സ്വന്തം ഐതിഹ്യ സമ്പത്തിനോ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഭക്തിയുത സേവനത്തിന്റെ സാധു പിടിക്കില്ല. അപ്പൊ വേറെ രീതി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഭക്തിയുത സേവനത്തിന്റെ സാധു പിടിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ ഐന്ദ്രിക, അത് ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനത്തിന്റെ സാധു പിടിക്കുകയില്ല. അപ്പൊ ഈ സാധു നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം കഴിച്ചുകൊണ്ടിരിക്കുക, അതിനൊരു ടേസ്റ്റ് വരും അല്ലെ. പിന്നെ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് വരില്ല. അതാണ് നമ്മൾ ഈ സാധു പതുക്കെ ഭൗതിക സാധു നമ്മൾ പതുക്കെ നിർത്തണം എന്ന് പറഞ്ഞതിന്റെ കാരണം. എന്നിട്ട് നമ്മൾ വേറത് രുചിച്ച് നോക്കാണ് ശരിക്കും. ഏത് ഭക്തി നമ്മൾ രുചിച്ച് നോക്കാണ്. അങ്ങനെ രുചിച്ച് അതിനോട് ടേസ്റ്റ് വരും നമ്മൾ. അതാണ് നമ്മൾ എപ്പോഴും പറയണം, ഭക്തി നമ്മൾ ഭൗതിക വിടാനോ ഭൗതിക നിയമങ്ങൾ തെറ്റിക്കാനോ ഒന്നും പറയണില്ല, നമ്മൾ ഇത് രുചിച്ച് നോക്കാനാണ് പറയുന്നത്. അതല്ല നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ട്. അങ്ങനെ രുചിച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിനേലും ടേസ്റ്റ് ഇത് തന്നെയാണ്, ഏത് ഭക്തിയാണെന്ന് മനസ്സിലാവും. അതാണ് അല്ലാത്തിടത്തോളം കാലം പെട്ടെന്ന് നമുക്ക് എന്താണ് ഭക്തിയുത സേവനത്തിന്റെ ഭൗതികമായിട്ടുള്ള ആസ്വാദനത്തിന്റെ ആ രുചി നമ്മളെ പെട്ടെന്ന് പോകില്ല. ദുർമന്ത്രവാദിനിയുടെയോ മായാജാലത്തിന്റെ വംശമാകുന്നതിനോടെ മുക്തി ആഗ്രഹിക്കുന്നവനെ രൂപഗോസ്വാമി തുലനം ചെയ്യുന്നത്. ഏത് മുക്തി എന്ന് പറയുന്നത്? മുക്തി അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് മുക്തി എന്ന് പറയാം അല്ലെ. ഈ മുക്തി തന്നെ പറയുന്നത്, അപ്പൊ നമ്മൾ ആ ലെവലുകളൊന്ന് ചിന്തിച്ചാൽ മതി. മുക്തി എന്ന് പറയുന്നത് തന്നെ ദുർമന്ത്രവാദിയുടെ മായജാലത്തിന് വശമാകുന്നതിനോടെ മുക്തി ആഗ്രഹിക്കുന്നവനെ രൂപഗോസ്വാമി തുലനം ചെയ്യുന്നു. മുക്തി ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണെന്നാ പറയുന്നത്. അപ്പൊ ആലോചിച്ച് ആ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞത് മുക്തി തലത്തിന്റെയിലൊക്കെ അപ്പുറത്താണ്. മുക്തി തന്നെ ചിന്തിക്കുന്നത് തന്നെ അത് തന്നെ സാർത്ഥതാണെന്ന് പറയുന്നത് ആര്? രൂപഗോസ്വാമി പറയുന്നത്. അത്രയും മുകളിലാണ്, നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റൂല ഭക്തിയുത സേവനം എന്ന് പറയുന്നതാണ് അതൊക്കെ. രണ്ടിടത്തും അയാൾ കുഴപ്പക്കാരനാണ്. ഭുക്തി എന്നാൽ ഭൗതിക സുഖവും ഭൗതിക ദുഃഖങ്ങളും മോചനം നേടി ഈശ്വരനാണെന്നാണ് മുക്തി. അപ്പൊ മുക്തിയും ഭുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൗതിക സുഖം അല്ലെ, അതിനുള്ള പ്രശ്നങ്ങൾ, അതാണ് ഭുക്തി. പിന്നെ മോചനമാണ് മുക്തി. അപ്പൊ മുക്തി അതാ പറയണം. പക്ഷെ ഈ മുക്തി തന്നെ പറയണത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ദുർമന്ത്രവാദിയുടെ മായാജാലം എന്നാ പറയുന്നത്. അത് അത്രയും താഴ്ന്നതാണെന്ന് പറഞ്ഞു. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭക്തിയുത സേവനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മുക്തി എന്ന് പറഞ്ഞത് വളരെ താഴെയുള്ള കാര്യമാണ്. ദുർമന്ത്രവാദിനിയുടെയും ദുർബോധങ്ങളുടെയും ആവേശത്തിന് തുല്യമാണ്. ഭൗതിക സുഖത്തിന് ആഗ്രഹമായാലും പരമാത്മാവുള്ള ആത്മീയ ഐക്യത്തിന് പ്രതിബദ്ധതയായാലും അത് ഭക്തിയുത സേവനം അതീന്ദ്രിയമായ രുചി അനുഭവിക്കാൻ സഹായിക്കുന്നില്ല.
അപ്പൊ അതിന്റെ ലെവലുകളാണ്. ഏറ്റവും മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് തൊട്ടടുത്താണ് സ്റ്റെപ്പുകൾ. അല്ല, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഭക്തി എന്ന് പറയുമ്പോൾ സാധാരണ സ്റ്റെപ്പ് 1, 2, 3 ഇപ്പൊ 1 മീറ്റർ ഉയർത്തിയാണ്. പക്ഷെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ഹൈറ്റ് ഉണ്ടാവും. ആ ഒരു കമ്പാരിസൺ, അത്തരം വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ മുക്തി എത്തിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ നമ്മ ഇത്തരം കയറിയ സ്റ്റെപ്പിന്റെ ചിലപ്പോൾ എത്ര കോടിക്കണക്കിന് മടങ്ങായിരിക്കും അടുത്ത സ്റ്റെപ്പ്. അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നാണ് അത് കാണിച്ചു തരുന്നത്. അപ്പൊ ദുർമന്ത്രവാദിനിയുടെയും ദുർഭൂതങ്ങളുടെയും ആവേശത്തിന് തുല്യമാണ് ഭൗതിക സുഖത്തിന് ആഗ്രഹമായാലും പരമാത്മാവുമായുള്ള ആത്മീയ ഐക്യത്തിലെ പ്രതിബദ്ധിയായാലും. അപ്പൊ എന്താണ് പറഞ്ഞത്? അതായത് മുക്തിയാണെങ്കിലും ഭൗതിക സുഖമാണെങ്കിലും പരമാത്മാവുള്ള ആത്മീയ ഐക്യത്തിനാണെങ്കിലും, നമ്മൾ പറയില്ല ഐക്യം, ഭഗവാനായിട്ട് ഐക്യം നേടാം, അല്ലെങ്കിൽ വേറെ ഇതിന് സായുജ്യ മുക്തി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അത് ഭക്തിയുത സേവന അതീന്ദ്രിയ രുചി അനുഭവിക്കാൻ സഹായിക്കുന്നില്ല എന്നാ പറഞ്ഞത്. കാരണം ഇതിന്റെ രുചി എന്ന് പറയുന്നത് മറ്റുള്ള രുചിയിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്. കാരണം അത്രയും വലിയൊരു രുചിയുള്ള ഒരു, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, അത്രയും രുചികരമായിട്ടൊരു ഭക്ഷണം വേറെ ഉണ്ടാവാം. അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഏത് ഭക്തിയുത സേവനത്തിന്റെ അല്ലെങ്കിൽ പ്രേമഭക്തിയുടെ രുചി എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ കപിലദേവന്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം നൽകുന്നുണ്ട്. വിവിധ രൂപങ്ങളിൽ എന്റെ മുഖകാന്തി, വശ്യമായ ശരീരവിടവ് എന്നിവയിൽ എന്റെ യഥാർത്ഥ ഭക്തന്മാർ ആകർഷരാകുന്നു. അവരുടെ മനസ്സ് എന്നെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെ ലയിച്ചു പോകാത്തക്ക സുന്ദരമാണ്. അവർക്ക് എന്റെ ചിരിയും ലീലാവിലാസങ്ങളും നോട്ടവും അവർ സ്വന്തം ജീവിതം പൂർണ്ണമായി എനിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ പ്രേമഭക്തിയെ പറ്റിയാണ് പറയുന്നത്. കാരണം മുഖകാന്തി അത് ആരോട് പറഞ്ഞു കൊടുക്കാണ്? ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കാണ്, കപിലദേവൻ അല്ലെ. എന്തുകൊണ്ടാണ് ഭക്തന്മാർ എന്നിൽ ആകർഷരാവുന്നത് എന്ന് പറയുന്നതാണ്. കാരണം ഭഗവാന്റെ വശ്യമായ ആ ശരീരവടിവ് അതേപോലെ തന്നെ മുഖകാന്തി, ഇതിൽ ഭക്തന്മാര് ആകർഷരാവും എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അവരുടെ മനസ്സ് എന്നെ കുറിച്ച് ചിന്തയിൽ തന്നെ ലയിച്ചു പോകുന്നു. അത്ര സുന്ദരമാണ് അവർക്ക് എന്റെ ചിരി എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു മന്ദസ്മിതം നമുക്ക് നോക്കിയിരുന്നാൽ തീരില്ല അല്ലെ. അതാണ് മന്ദസ്മിതം, അത്രയും ഇതാ പറയുന്നത്. അപ്പൊ നോട്ടവും അവർ സ്വന്തം ജീവിതം പൂർണ്ണമായി എനിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അതാണ് പ്രേമഭക്തി എന്നും അതാണ് ഒറിജിനൽ ഭക്തൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവർ ഭൗതിക സുഖങ്ങളോ മോക്ഷങ്ങൾ പറയുന്നുണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് എന്റെ ധാമത്തിൽ എന്റെ ചങ്ങാതിയുള്ള കൂട്ടത്തിൽ ഞാൻ സ്ഥാനം നൽകും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള വ്യക്തികൾക്ക് എന്താണ്? ഈ പരിപൂർണ ഭക്തന്മാർക്ക് അവർക്ക് എന്താണ്? ഭൗതിക സുഖങ്ങളോ മുക്തിയോ അവരെ ആഗ്രഹിക്കുന്നില്ല. അവരെന്താണ്? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്റെ ചങ്ങാതികളുടെ കൂട്ടത്തിൽ ഭഗവാൻ സ്ഥാനം നൽകുന്ന പറഞ്ഞു. അപ്പൊ അവരെ സ്ഥാനം അത്രയും ഉയർന്നതാണ് എന്ന് പറഞ്ഞു തരാണ്. ഉദ്ധവർ ശ്രീകൃഷ്ണനോട് പറയുന്ന സമാനമായ മറ്റൊരു സന്ദർഭം ഇതേ ഗ്രന്ഥത്തിലുണ്ട്. പ്രഭു, ഭക്തിയുത സേവനത്തിന് അങ്ങയുടെ സേവനത്താൽ മതാനുഷ്ഠാനം, സാമ്പത്തിക ലാഭം, ഇന്ദ്രിയ സംതൃപ്തി, മുക്തി ഇവയിൽ നിന്നും വിശേഷ വിധിയൊന്നും ആഗ്രഹിക്കാനില്ല, കിട്ടാനുമില്ല. ഈ പറഞ്ഞവരിൽ നിന്നൊക്കെയുള്ള സുഖം വളരെ അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷിപ്ര ലഭ്യമാണെങ്കിൽ പോലും അങ്ങയുടെ പാദങ്ങളിലുള്ള വിശ്വാസവും ഭക്തി അചഞ്ചലമായി നിൽക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് എന്റെ മാത്രമാണ് എന്റെ പ്രാർത്ഥന. ആരോ പറയുന്നതാണ്? ഉദ്ധവര് പറയുന്നതാണ് അല്ലെ. അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സാധാരണ രീതിയിൽ ഈ ഇന്ദ്രിയ സുഖമാണെങ്കിലും മുക്തിയാണെങ്കിലും ഒക്കെ അതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. ആർക്ക്? ഭക്തന്മാർക്ക്. പക്ഷെ ഈ ഭക്തന്മാർ ഇത് ആഗ്രഹിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ഒരു IAS ലെവൽ പഠിച്ച ഒരു വ്യക്തിക്ക് നാട്ടിലെ പിയൂണോ അല്ലെങ്കിൽ പിന്നെ ക്ലർക്കാണ് വളരെ ഈസി ആയിരിക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ലഭിക്കും. ആർക്ക്? ഭക്തന്മാർക്ക് ലഭിക്കും. പക്ഷെ എന്താണ്? പ്രാർത്ഥന അപ്പോഴും എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ പാദങ്ങളിലുള്ള വിശ്വാസവും ഭക്തിയും അചഞ്ചലമായി നിൽക്കണം എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയല്ലേ. നമ്മൾ എവിടെ ചെന്നാലും നമ്മ പ്രാർത്ഥിക്കേണ്ടത് ഭക്തി തരാൻ വേണ്ടി മാത്രമാണ് നമ്മ പ്രാർത്ഥിക്കുന്നത്. അതുപോലത്തുള്ള ആനന്ദം അത് നമുക്കൊരിക്കലും ലഭിക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ അത് മാത്രമായിരിക്കും ഒരു ഭക്തന്റെ ചിന്ത, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കണം ഒരു ഭക്തന്റെ ചിന്ത. അങ്ങനെ ഇരിക്കെ ഏറിപ്പോയാൽ സ്വർഗീയ ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ മാത്രം സാധ്യതയുള്ള കാമ്യകർമ്മികൾക്ക് എങ്ങനെ അങ്ങയെ മനസ്സിലാക്കാനാകും? അവരുടെ ആനന്ദം ഇങ്ങനെയാണ്. ശുദ്ധ ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദത്തിന് എങ്ങനെയാണ് ശുദ്ധ ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദത്തിന് സമാനമാകുക?
അപ്പൊ നമുക്കറിയാം സാത്വിക ഗുണമുള്ളവര് അല്ലെങ്കിൽ പിന്നെ കാമ്യകർമ്മങ്ങളില്, അതായത് പൂജകൾ, യജ്ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സാത്വികമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് പുണ്യഗ്രഹങ്ങളിലേക്ക് കടക്കാൻ കഴിയും അല്ലെ, സ്വർഗീയ ഗ്രഹങ്ങളിലേക്കൊക്കെ ഉയരാൻ കഴിയും. അങ്ങനെ ഉയർന്നു കഴിഞ്ഞ് നമുക്കറിയാം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് പോരുകയും ചെയ്യും. അപ്പൊ അതിലൊരു ആനന്ദമുണ്ട്, അതില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വർഗീയ ലോകങ്ങളിലേക്കും അങ്ങനത്തെ പോകുമ്പോഴും സാത്വികമായിട്ടുള്ള ജീവിത രീതികളിൽ നിന്ന് അവരങ്ങോട്ടൊക്കെ കടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആനന്ദം അവരനുഭവിക്കും. ആ ആനന്ദം എന്ന് പറഞ്ഞത് ശുദ്ധഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദത്തിന് ഒരിക്കലും സമാനമാകില്ല. ഇത് രണ്ടും രണ്ടാണ്. അത്രയും വേരിയേഷൻസ് ഉണ്ട് ഇത് തമ്മിൽ. അതിൽ ആനന്ദം ഉണ്ടോ എന്ന് വെച്ചുണ്ട്. പക്ഷെ എന്താണ് പരിപൂർണമായ ആനന്ദം? ആ ആനന്ദം എന്താണ് ഒരു ഭക്തരാണ് അനുഭവിക്കുക, അല്ലാതെ കാമ്യകർമ്മികൾ ഒരിക്കലും ആ ആനന്ദത്തിന് കിട്ടുകയില്ല. ഓക്കെ ഹരേഷ്ണ, ഇത്രേ ഉള്ളൂ ഇതില്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക്. ഹരേഷ്ണ, അധ്യായം കഴിഞ്ഞു. ഭക്തിയുത സേവനം അപൂർവമായത് എന്തുകൊണ്ടാ പ്രഭു? അത് എനിക്ക് ഇത്തിരി മനസ്സിലായില്ല. അപൂർവം എന്ന് പറയാൻ നമുക്കറിയില്ല, ഭക്തി മാത്രം ഭഗവാൻ പെട്ടെന്ന് കൊടുക്കൂല, അതാ കാര്യം. അത് നമുക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അറിയാം. നമ്മളിപ്പോ ഒരു വ്യക്തി നമ്മുടെ എന്ന് പറയുമ്പോൾ മാത്രം നമ്മളെ രഹസ്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലെ. ഭക്തി എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ. ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞത് അത് ഭഗവാനെ തന്നെ സമർപ്പിക്കുന്നതാണ്. ഭഗവാനെ സമർപ്പിക്കുന്നതാണ്. ആ ലെവലിൽ ഭക്തന്റെ കയ്യിലായിരിക്കും പിന്നെ ഭഗവാൻ. അപ്പൊ അവിടെ എത്തുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കുള്ളൂ. അതിന് ചുരുക്കി പറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ചുറ്റുപാടുള്ള സെക്യൂരിറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അതായത് പ്രൈം മിനിസ്റ്ററിന്റെ തൊട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവും അല്ലെ, എല്ലാവർക്കും അങ്ങോട്ട് ആവാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങളാണ്. വേറെ തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്റെ ഉള്ളിലാണ് ഭഗവാൻ, അല്ലെ ഭഗവാന്റെ ഉള്ളിലാണ് ഭക്തൻ. ആ അവസ്ഥയിലേക്ക് കടക്കണമെങ്കിൽ അത്രയും പരീക്ഷണങ്ങൾ കടക്കണം. അവിടെയാണ് പറയുന്നത് ശരിക്കും നമുക്ക് അങ്ങനത്തെ ലെവലിലേക്ക് ഉയരുമ്പോഴാണ് ഭക്തന്മാർക്ക് അനേകം പരീക്ഷണങ്ങൾ, ഘട്ടങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നമ്മളെപ്പോലുള്ള സാധാരണ എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല, പരീക്ഷണങ്ങൾ വരില്ല. പറയൂലേ ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പരീക്ഷണങ്ങൾ തരും. ആ ഭക്തന്റെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത്രയും പരീക്ഷണങ്ങൾ കടന്നതിന് ശേഷം മാത്രമായിരിക്കും ഭഗവാൻ ഒരു ഭക്തനായിട്ട് അംഗീകരിക്കുള്ളൂ. അതാണ് പ്രത്യേകത. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ തുല്യമായിട്ടുള്ള യോഗ്യതകളാണ് കിട്ടുന്നത്. അതാണ് പ്രത്യേകത. ഹരേഷ്ണ മാതാജി ക്ലിയർ ആയ? ഹരേ കൃഷ്ണ, ക്ലിയർ ആയി. വേറെന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി ഹരേ കൃഷ്ണ. ഭൗതിക സുഖങ്ങളെയാണോ ഭുക്തി എന്ന് പറയുന്നത്? അല്ല, ഭുക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങൾ. ഭൗതികമായിട്ടുള്ള സുഖങ്ങളെയാണ് ഭുക്തി എന്ന് പറയുന്നത്. മുക്തി എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഭുക്തി എന്നുള്ളത് അധികം കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. അത് ഭുക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങൾ നമ്മളെ ഭൗതിക സുഖങ്ങൾ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഒരു സുഖമില്ല, അത് നമ്മൾ പറയുന്നത് തെറ്റാ. ഭഗവാൻ തന്നെയാണ് ലോകം സൃഷ്ടിച്ച് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ സുഖങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? നശ്വരാണ്, ഒരു സെക്കൻഡ് നേരത്തേക്കുള്ളൂ, അത് കഴിഞ്ഞു. ശാശ്വതമായിട്ടുള്ളത് സച്ചിദാനന്ദം. ആ അവസ്ഥയിലേക്ക് കടക്കണമെങ്കിൽ പിന്നെ അതിനെ കമ്പയർ ചെയ്യുന്നു. ഇത് ഈ നശ്വരം, കുറച്ച് ഇവിടുത്തെ സുഖം അത് തന്നെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ആ പരമാനന്ദത്തിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സുഖം, ഈ ഭുക്തി എന്ന സുഖം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ അവിടെ സുഖം എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതായത് നമ്മൾ ഒന്ന് കാണാതെ ചിന്തിക്കുക. ഒരു വസ്തു ഇപ്പൊ പറഞ്ഞില്ല, ആഫ്രിക്കയില് ഒരു ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ ഓക്കെ, അതിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ചൈനയില് ചിയാംചു വന്ന എന്തെങ്കിലും പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ ഓക്കെ, അത് ശരി. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒന്നുകൂടെ തന്നു. പക്ഷെ അത് അനുഭവിക്കുമ്പോഴാണ് നമുക്കറിയാം. എന്നത് പറഞ്ഞ പോലെ തന്നെ ഭക്തി അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ രുചി. അതേപോലെ തന്നെ ഭുക്തി എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള സുഖങ്ങളാണ് ഭുക്തി എന്ന് പറയുന്നത്. ഓക്കെ ഹരേഷ്ണ, വേറെ എന്തെങ്കിലും? ഭുക്തി മുക്തിയൊക്കെ ആരാ ആഗ്രഹിക്കുന്നത്? അത് ഏത് തലത്തിലുള്ള ആൾക്കാരാവും പ്രഭു ഭുക്തിയും മുക്തിയൊക്കെ ആഗ്രഹിക്കുന്നത്?
ഭുക്തിയെ ആഗ്രഹിക്കാത്തവര് എല്ലാവരും, നമ്മളിപ്പോ ജനറൽ ആയിട്ട് പറഞ്ഞു, ചിലപ്പോ എല്ലാവരും, ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ്, എല്ലാവരും ഭുക്തി ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? നമ്മൾ എല്ലാവരും എന്താണ്, നമുക്ക് ആഗ്രഹങ്ങളില്ലേ? നമ്മൾ അത്ര മുഴുവനും കംപ്ലീറ്റ് കളയില്ല. കാരണം അതാണ് നമുക്ക് കിട്ടാത്തത്. കളഞ്ഞു കഴിഞ്ഞാൽ മുക്തിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മള്, അതാണ് പ്രശ്നം. നമ്മ മുക്തി ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. മുക്തി ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഭുക്തിയാണ്. അതായത് ഭൗതികതയിൽ നിന്ന്, ഭൗതിക ചിന്താഗതിയിൽ നിന്ന് മാറാത്തിടത്തോളം കാലം മുക്തി തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ മുക്തി തലത്തിൽ തന്നെ ആഗ്രഹിക്കുന്നവരാണ് അടുത്ത ലെവല്. മുക്തി തലത്തിൽ ആഗ്രഹിക്കുന്നവർ തന്നെ നമുക്ക് അത് വീണ്ടും വരുന്നുണ്ട്. മുക്തി എന്ന് പറയുമ്പോൾ തന്നെ 5 തരം മുക്തികൾ പറയുന്നുണ്ട്. 5 തരം മുക്തികൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ഭഗവാന്റെ രൂപം കിട്ടും, ഭഗവാന്റെ ലോകം കിട്ടും, ഭഗവാന്റെ സമീപത്ത് പോവാ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയറാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും, ഇപ്പൊ എല്ലാവരും ഞാൻ ജനറൽ പറയുന്നതാണ്, പലരും പല ലെവലായിരിക്കും, എനിക്ക് അതറിയില്ല. ഞാൻ ജനറൽ ആയിട്ട് പറയുമ്പോ മുക്തിയിലേക്ക് കടക്കാത്തോടത്തെ അവസ്ഥ വരെ നമ്മൾ ഭുക്തിയിലാണ്. ക്ലിയർ ആയി മാതാജി? ഓക്കെ ഓക്കെ പ്രഭു. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്ത അത് തുടങ്ങാം. കുറച്ചു നേരം 54 അല്ലേ ആയിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് കൂടെ ക്ലാസ് എടുക്കാം. സ്പീഡിൽ പോയിക്കോളാം. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ എടുക്കാം. ഓക്കെ ഹരേഷ്ണ, അടുത്ത ചാപ്റ്റർ മുക്തി ഭക്തിയുത സേവനം മുക്തിക്കപ്പുറമാണ്. ഇപ്പൊ നമ്മ പറഞ്ഞ പോയിന്റ് തന്നെ. കാരണം ഭക്തി സേവനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മുക്തിക്കപ്പുറമാണ്. അതായത് ചുരുക്കി പറഞ്ഞ ഭൗതികമായ ബന്ധം കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ ഭക്തിയിലേക്ക് കടക്കുള്ളൂ, അല്ലെങ്കിൽ ഭക്തി സേവനത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും കാലം ചെയ്യുന്നത് എന്താണ്? ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് പുറം കടക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് എന്തിനാണ്? ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് എന്തിനാണ്? ബേസിക്കായിട്ട് ശുദ്ധീകരണത്തിന്, ശുദ്ധീകരിക്കുന്നത് എന്തിനാണ്? നമ്മള് ഭഗവാന്റെ ശ്രവണം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ കാര്യങ്ങള് അറിയാനായിട്ടുള്ള ഒരു പ്രക്രിയ. അതെ, പരിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മാലിന്യങ്ങൾ, അതായത് ഭൗതികത നമ്മളെ മാറ്റിക്കളയാ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞാലോ നമുക്ക് ഭക്തി തുടങ്ങുള്ളൂ ശരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്. അതിന് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മ പറയില്ലേ, ആദ്യം തന്നെ നാമം ജപിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല അനർത്ഥ നിവർത്തി എന്നുള്ള ഘട്ടം വരെ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. ആ കടക്കുന്ന അവസ്ഥയാണ്, ആ കടന്നു കഴിഞ്ഞാലേ ഭക്തിയുത സേവനം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേവരെ നമ്മൾ ഈ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധിയായി കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ആ 9 തരം ഇത് പറഞ്ഞിട്ടില്ലേ, വിട്ടുപോയത്? അതായത് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവർത്തി എന്ന് പറഞ്ഞിട്ട്, അനർത്ഥ നിവർത്തി കഴിഞ്ഞിട്ടാണ് നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. അപ്പൊ പ്രേമ ഭക്തിയിലേക്ക് കടക്കണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ കടക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നാമജപം ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധീകരിച്ച്, അങ്ങനെ അവിടെ തെറ്റുകൾ വരുന്ന സമയമാണ്. ആ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് കടക്കുന്ന ഒരവസ്ഥ. അത്രയും കടന്നു കഴിഞ്ഞാലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യണമെന്നാ പറയുന്നത്. ഏത്? ഈ 4 സ്റ്റെപ്പ് നമ്മളെ കയ്യിലാണ്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. അനർത്ഥ നിവൃത്തി എന്ന് പറയുമ്പോൾ അതും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിലാണ്, പക്ഷെ 3 കറക്റ്റ് ആയിട്ട് പറയും. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. അനർത്ഥ നമ്മളിങ്ങനെ ഈ 3 കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ കടന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ നിഷ്ഠയും രുചിയിലേക്കൊക്കെ അപ്പോഴൊക്കെ രുചി കിട്ടുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് രുചി കിട്ടും. നമ്മൾ പറയും എനിക്ക് അത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അല്ലാട്ടോ, ഞാൻ എപ്പോഴും ജനറൽ ആയിട്ട് പറയുന്നത്, പലവർക്കും പല ഭക്തന്മാരായിരിക്കും. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ ആ രുചിയൊക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ തെറ്റുകൂടാതെ നാമജപം അതൊക്കെ ക്ലിയർ ആയി വരണം. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പൊ ഇത് പറയണത് ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ മുക്തിക്ക് അപ്പുറമാണ്. അപ്പൊ അതിൽ പറഞ്ഞ ഭഗവാനുമായി ഭക്തിയുത സേവനം നടത്തുന്ന കാര്യം എത്ര ഗൗരവമായിട്ടാണ് യഥാർത്ഥ ഭക്തന്മാർ കാണുന്നതെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ മഹാരാജാവ് ആദിരാജ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഭഗവാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതാണ്: ഭഗവാനെ, മുക്തി നേടിക്കഴിഞ്ഞാൽ അങ്ങയുടെ പ്രസക്ത ഗീതങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങയുടെ പാദാരവിന്ദങ്ങളെ കുറിച്ച് ഭക്തന്മാർ ആകക്കാമ്പിൽ നിന്ന് വരുന്ന സങ്കീർത്തനങ്ങൾ കേൾക്കാനാവില്ലെങ്കിൽ, സർവ്വസായിയായ ഈ പരമാനന്ദ സുധ തുടർന്ന് ലഭിക്കില്ലെങ്കിൽ എനിക്ക് മുക്തിയോ ആത്മീയ മോചനമോ ആവശ്യമില്ല. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ആണ് ഏത് ഭക്തി എന്ന് പറയുന്നത്. അത് മുക്തിക്ക് അപ്പുറമാണ്. കാരണം നമുക്ക് അതായത് ഒരു ഭക്തനെ ഏത് സമയം ആഗ്രഹിക്കുക എന്താണ്? വളരെ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സങ്കീർത്തനങ്ങൾ കേൾക്കുക, ആ പരമാനന്ദ സുധ ആസ്വദിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുക്തി മതി, അല്ലെങ്കിൽ എനിക്ക് മുക്തി വേണ്ട. ചില കുട്ടികള് വാശി പിടിക്കുന്നത് കേട്ടൂലേ, വാശി പിടിക്കൂലേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അത് മാത്രം മതി. ഈ അവസ്ഥയാണ് ശരിക്കും ഒരു ഭക്തന്റെ. എന്ത് കൊടുത്താലും ഒന്നും വേണ്ട, അത് തരാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ മാത്രം മതി, ഭഗവാനെ കേൾക്കുന്ന സങ്കീർത്തനങ്ങൾ മാത്രം മതി, ആ പരമാനന്ദ സുധ മാത്രം എനിക്ക് മതി, ആത്മീയ മോചനമോ മുക്തിയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇതാണ് ശരിക്കും ഒരു ഭക്തന്റെ മൈൻഡിൽ ഉണ്ടാവുക. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. എവിടെയാണ് പറഞ്ഞത്? അത് ഭാഗവതത്തിൽ തന്നെ പറയണതാണ്. അതൊക്കെ നിരന്തരം അങ്ങേ സ്തുതിച്ചു പാടാൻ പരസഹസ്രം നാവുകളും അവ നിരന്തരം കേൾക്കാൻ പരസഹസ്രം കാതുകൾ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് മാത്രമായിരിക്കും എന്റെ പ്രാർത്ഥന. ഒരു അവസ്ഥ, അതായത് ഭഗവാനല്ലാതെ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേറൊന്നും എനിക്ക് കേൾക്കണ്ട, വേറൊന്നും എനിക്ക് കാണണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ചെറിയ കുട്ടികൾ ചിലപ്പോ ഒരു കാര്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അത് മാത്രം അവർക്ക് മതി അല്ലെ, വേറെ എന്ത് കൊടുത്താലും അവർ സമ്മതിക്കില്ല. ആ അവസ്ഥ തന്നെയാണ് ഒരു ഭക്തൻ ഉണ്ടാവുക. ഭക്തൻ എപ്പോഴും പറയുന്നത് എന്താണ്? ഭഗവാനെ ശുദ്ധിച്ച് പാടാൻ പരമസഹസ്രം നാവുകളും അതുപോലെ കേൾക്കാൻ പരസഹസ്രം കാതുകൾ എനിക്ക് നൽകണമേ. എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു അവസ്ഥയാണ് അത്. പരമാനന്ദം എന്ന് പറയുന്നത്. അതിന്റെ മുന്നിൽ ഈ മുക്തിയായാലും ഭുക്തിയായാലും അല്ലെങ്കിൽ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയ മോചനോ ഇതൊന്നും അവിടെ പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. അത്രയും ഉയർന്നതാണ് ആ പ്രേമഭക്തി എന്ന് പറയുന്നത്. നിർവ്യക്തിവാദികൾ ആഗ്രഹിക്കുന്നത് ഭഗവാനിൽ നിന്ന് വിലയം പ്രാപിക്കാനാണ്. പക്ഷെ വ്യക്തിഭേദമില്ലാത്ത ഭക്തിഭേദമില്ലാതെ ഭഗവാന്റെ സങ്കീർത്തനങ്ങൾ പാടാനും കേൾക്കാനും എങ്ങനെ കഴിയും? അതായത് സാധാരണ നിർവിക്തവാദികൾ ഭഗവാന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിർവിക്തവാദികൾ. ഭഗവാൻ എല്ലാതും ബ്രഹ്മാണ്, അപ്പൊ ഭഗവാന് രൂപം എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കാണ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ. അപ്പൊ അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാനിൽ വിലയം, ആ ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുക എന്നുള്ളൊരു സംഗതിയാണ് അവരുടെ ചിന്താഗതി. അപ്പൊ അവിടുത്തെ കുഴപ്പം എന്താണ്? അതിനൊരു ഭക്തൻ ചിന്തിക്കുന്നത് അങ്ങനെ ചെന്ന് ഞാൻ ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനും കേൾക്കാനും എനിക്കെങ്ങനെ കഴിയും? ഭഗവാന്റെ സർവ്വസായിയായ രൂപത്തെക്കുറിച്ച് അവർക്കൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് തിരുനാമം ഉരുവിടാനും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മത്തെക്കുറിച്ച് കേൾക്കാനും സാധ്യമല്ല. അവരെ തലം താഴ്ന്നതാണ്. ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനറൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കൈയെടുത്ത് കൈന്റെ മുഖത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് രോമങ്ങളൊക്കെ കാണാം അല്ലേ? അപ്പൊ നമ്മൾ ആ രോമം അത്രേ ഉള്ളൂ, ആ ലെവലെത്തിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഒരു ഭക്തൻ. ഭക്തൻ അറിയും ഇതിന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ ഉണ്ടെന്ന്. പക്ഷെ എന്താണ്? ഒരു വ്യക്തിവാദികൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശരീരത്തിന്റെ രോമം മാത്രം കാണുള്ളൂ, ഉള്ളിലത്തെ കാര്യങ്ങൾ അറിയേണ്ട ലെവലിൽ അവൻ എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ആഫ്രിക്കൻ കൺട്രി പോയിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള വ്യക്തികളോട് ശരീരത്തിൽ എന്താ കാണുന്നത്? രോമം കാണുന്ന പറയും, ശരി ഓക്കേന്ന്. പക്ഷെ നമ്മൾ ഇപ്പൊ സയൻസ് ആയിട്ട് വളരെ ഉയർന്ന വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാലോ അവരതിന്റെ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇന്നതുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താ പറയാ DNA ഉണ്ട്, അതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അല്ലെ? അവർക്ക് അതിനെപ്പറ്റി അറിയാം. ഇത് തന്നെയാണ് ഭക്തിയിലുള്ളത്. ഭക്തിയിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് വ്യക്തിഗത ഭാവത്തില് ഭഗവാൻ ആരാധന. അവർക്കറിയാം കാര്യങ്ങൾ, ഇവർക്ക് ആ ലെവലിൽ എത്തിയിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യം നമ്മള്
ഏതാണ്? ബ്രഹ്മസാക്ഷാത്കാരവും പിന്നെ പരമാത്മാ സാക്ഷാത്കാരവും പിന്നെ ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് കടക്കുന്നു പറയുന്നത്. അപ്പൊ ഒറ്റയടിക്ക് ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് എത്തണമെന്നില്ല. അപ്പൊ പരമാത്മാ സാക്ഷാത്കാരത്തിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ വിലയം മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ കടക്കണം. അപ്പൊ അവിടെ നിന്ന് പിന്നെ അവർക്ക് മുക്തി അടുത്ത ലെവലിൽ കടക്കാൻ സാധ്യത കുറവാണ്. കടക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, അവർക്ക് കടക്കാനുള്ള സാധ്യത കുറവ്. പക്ഷെ എന്താണ്, ഒരു ഭക്തനെ സംബന്ധിച്ച് കാര്യങ്ങൾ മുഴുവൻ അറിയുന്നത് കൊണ്ട് ആ വ്യക്തി എപ്പോഴും ഭഗവാന്റെ രൂപത്തെ തന്നെ ആരാധിക്കും. കാരണം അവർക്കറിയാം, അവർക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? ആയ ആചാര്യൻ, ആയ ഗുരു പറഞ്ഞു കൊടുക്കാണ് അല്ലെ. ആ വ്യക്തിക്ക് ആദ്യത്തെ വ്യക്തിക്ക് അറിയില്ല, അവര് ആ സത്യം കണ്ട വ്യക്തിയാണ് ഗുരു. അപ്പൊ എന്താണ്, ആ വ്യക്തി ആ പരമ്പരയായ ആചാര്യന് കറക്റ്റ് ആയിട്ട് അറിയാം, ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന വഴി കൂടെ പോയി കഴിഞ്ഞ് ഇന്നത് കാണാം, ഇന്ന വഴി കൂടെ പോയി കഴിഞ്ഞ് ഇന്നത് കാണാം എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് പറഞ്ഞത് ഭഗവാന്റെ സർവശായ രൂപത്തെക്കുറിച്ച് അവർക്കൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് തിരുനാമം ഉരുവിടാനും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് കേൾക്കാനും സാധ്യമല്ലാത്തത്. അവർക്ക് അതിന്റെ അറിവിന്റെ കുറവാണ്. അതാണ് കുഴപ്പം. അവർ അറിവിന്റെ കുറവുള്ള കാരണം കൊണ്ട് ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് സോഷ്യോളജിക്ക് അറിവുണ്ടാവില്ല അല്ലെ. മാത്സ് പഠിക്കുന്ന കുട്ടിക്കോ മാത്സ് അറിയുള്ളൂ എന്നത് പറഞ്ഞാൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവർ അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതൊരിക്കലും തെറ്റല്ല. അത് ഇതിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇവർ ചെയ്യുന്ന രണ്ടുപേരും ചെയ്യണ ഒന്ന് തന്നെയാണ്, പക്ഷെ മറ്റവർക്ക് കുറച്ച് സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാണ് ജ്ഞാനികളെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതുകൊണ്ട് പറഞ്ഞ ഈ സ്ലൈഡ് കൊണ്ട് കഴിച്ചുണ്ട്. നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുക്തിക്കും അപ്പുറത്തും എത്തുന്നെങ്കിൽ ഭഗവാന്റെ സർവശായ കീർത്തികൾ ആസ്വദിക്കാനോ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിലാക്കാനോ ആവില്ല. അപ്പൊ മുക്തിക്ക് എത്തുന്നില്ലെങ്കിൽ, അതായത് മുക്തി എന്നുള്ള അവസ്ഥയിലേക്ക് എത്താത്തോടത്തോളം കാലം നമുക്ക് എന്താണ്, അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിടാത്തോടത്തോളം കാലം നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും കൈപിടിച്ച് വെച്ചിരിക്കണം, നമ്മൾ വിടൂല. ആ വിടാത്തോളം കാലം നമുക്ക് എന്താണ്, ഭഗവാന്റെ കീർത്തികൾ ആസ്വദിക്കാനോ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിലാക്കാനോ ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടാലോ ആ അവസ്ഥയിലേക്ക് നമുക്ക് അപ്പോഴും നമ്മൾ കാണുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോമങ്ങൾ കാണാൻ ശരിക്കും അതിന്റെ ഉള്ളിൽ എന്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൈക്രോസ്കോപ്പ് കൊണ്ടുവരണല്ലേ, മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നിട്ട് നോക്കണം. ഇത് പിടിക്കാത്തോടത്തോളം കാലം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതിന് ആയിട്ടില്ല. നമ്മൾ ആ ലെവലിൽ മുക്തിപദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ കീർത്തികൾ ആസ്വദിക്കാനോ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിലാക്കാനേ ആവുള്ളൂ. അപ്പൊ ഇത്രയും കാലം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ശരീരത്തിൽ നിന്ന് മാറണം നമ്മൾ. ആ അവസ്ഥ, അതീന്ദ്രമായ ഒരു അവസ്ഥയിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കീർത്തികൾ ആസ്വദിക്കാനും അദ്ദേഹത്തെ രൂപം മനസ്സിലാക്കാനേ കഴിയുള്ളൂ. സമാനമായ ഒരു പ്രസ്താവം ശ്രീമദ് ഭാഗവതത്തിലും കാണുന്നുണ്ട്. സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിനോട് പറയുന്നു, മഹാനായ ചക്രവർത്തി ഭരതന് അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സേവിക്കുന്നുള്ള ആസക്തി അതിതീർവമായിരുന്നു. അതുപോലെ തന്നെ ആരോട്, പരീക്ഷിത്ത് മഹാരാജനോട് പറയുന്നതാണ്, അയൊരു ഭഗവാൻ ഭരതരാജാവിന്റെ കഥയാണ്, ചക്രവർത്തി ഭരത മഹാരാജാവിന്റെ കഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും എന്താണ്, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സേവിക്കാനുള്ള ആസക്തി അതിതീവ്രമായിരുന്നു. അങ്ങനെ അപ്പൊ അത് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടായാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ തഥാമി ബുദ്ധിയോഗം എന്ന് പറഞ്ഞതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തരും. അല്ലാത്തടത്തോളം കാലം അത് എത്തില്ല. നമുക്ക് ഗുരുവിന്റെ കാര്യം പറഞ്ഞു, ഗുരുവിന്റെ കഥ നമുക്കറിയാം, മനസ്സിലായി. അപ്പൊ അതിന് പറഞ്ഞു, ആ ആഗ്രഹം ഉണ്ടാകുമ്പോ അതിനനുസരിച്ചുള്ള അവസരങ്ങള് നമുക്ക് വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൂമിയിലെ തന്റെ ചക്രവർത്തി പദം, മക്കളുടെ വാത്സല്യം, തന്റെ സമൂഹം, സുഹൃത്തുക്കൾ, രാജ്യമായ സുഖ സമൃദ്ധി, സുന്ദരിയ പത്നി എന്നിവയെല്ലാം നിഷ്പ്രയാസം ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു പോയിന്റിനുള്ള ആഗ്രഹം, അപ്പൊ ബാക്കിയുള്ളതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മ അവിടെ എത്തൂല. അതാണ് എന്താണ് ചക്രവർത്തിന് എല്ലാതും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയണമെങ്കിൽ എന്താണ്, ഭഗവാനുള്ള സേവന താല്പര്യം മാത്രം മനസ്സിലുണ്ടായാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഭൗതികമായ സകല ഐശ്വര്യങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ ഭാഗ്യദേവത തയ്യാറായിരുന്നു. പക്ഷെ ആ വക സമൃദ്ധികളൊന്നും അദ്ദേഹം കൈക്കൊണ്ടില്ല. അത് നമ്മൾ വേറെ രീതിയിൽ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്തിയിലേക്ക് വരാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. കാരണം എന്താണ്, നമ്മളെപ്പോഴും ഭൗതികതല്ല. അതാണ് മായ, അതായത് ഭൗതിക ദേവി, അതായത് ദുർഗാദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ചെയ്യുന്നത്. ഭഗവാനെ തരൂല, ബാക്കിയെല്ലാം നമുക്ക് തരും.
ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഭഗവാനിന് കൊടുക്കുന്നത്, അതൊരു പ്രശ്നം. പിന്നെ എന്താണ് ഭക്തൻ പറയണതോ പിന്നെ ഭഗവാൻ കേൾക്കുള്ളൂ. അത് നമുക്ക് അംബരീഷ് മഹാരാജന്റെ കഥ അറിയാം, ആ അവസ്ഥയാണ്. പിന്നെ എന്താ പറയുന്നത്, ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്ര അടക്കം ഓട്ടോമാറ്റിക് ആണ്, ഭഗവാൻ അതിൽ റോളില്ല, ആ അവസ്ഥയിലേക്ക്. അപ്പൊ അത്രയും ലെവലിലേക്ക് വരുമ്പോ അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ടോ നമ്മൾ എത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾ ഭയങ്കര ബഹളം വെക്കുമ്പോൾ, ഇന്ന സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, നമുക്കറിയാം അത് ഭയങ്കര വിലയുള്ള കാര്യമാണ്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊടുക്കും, അപ്പോഴെങ്കിലും അവൻ സമാധാനപ്പെടുത്താറുണ്ട്. ചില കുട്ടികൾ സമാധാനപ്പെടാത്തോടുകൂടി, ചിലർ അപ്പോഴും ബഹളം വെച്ചിട്ട് അതന്നെ വാങ്ങിപ്പിക്കും. ഈ അവസ്ഥയാണ് ഒരു ഭക്തന്റെ അവസ്ഥ. ആ വ്യക്തിക്ക് വേറൊന്നും വേണ്ട, അത് മാത്രം. അതെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഐശ്വര്യദേവത പലതെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന പറയുന്നത്, എന്തും തരാം. ഹരേ കൃഷ്ണ. ഉത്തരം പറഞ്ഞതിൽ എന്തെങ്കിലും എത്ര സ്ലൈഡ്? 5ാമത്തെ സ്ലൈഡ്. ഓക്കെ. അപ്പൊ അത് ചൊവ്വാഴ്ച ബുധനല്ലേ, 5ാമത്തെ സ്ലൈഡ് കേട്ടോ. ഹരേ കൃഷ്ണ. ഉത്തരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്ര നമ്മൾ മുക്തിക്ക് അപ്പുറമാണ് ഭക്തി, അതാണ് ഇപ്പൊ ഈ ചാപ്റ്റർ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ചകൽപരൂപച്ച കൃപാസിന്ദേവച്ച പതിനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമോനന്ദകോടി വൈഷ്ണവ ഭക്തർക്ക് ഗുരുദേവ്ക്ക്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം.